Hi friends, Micromax phone എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതായത് ചൈനീസ് ഫോണുകളൊന്നും വേണ്ട, ഇന്ത്യൻ ബ്രാൻഡിന്റെ ഫോൺ എടുക്കാനാണ് താല്പര്യമെങ്കിൽ 10000 താഴെ ഒരു എൻട്രി ലെവൽ ഫോണായിട്ട് മൈക്രോമാക്സിന്റെ ഒരു പുതിയ ഫോൺ ഇറങ്ങിയിട്ടുണ്ട് In2C. ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്, ഇതിനകത്ത് ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത്, കമ്പാരിറ്റീവ്ലി പ്രൈസിലെ മറ്റു ഫോണുകളായിട്ട് നോക്കിയാൽ ഇത് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ, കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ, എങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് മൈക്രോമാക്സിന്റെ In2C എന്ന ഫോണിന്റെ ബോക്സ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം മൈക്രോമാക്സ് In2C എന്ന ഫോൺ. ഇതാണ് In2C. കൊള്ളാവോ? ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? എന്തായാലും ഒരു എൻട്രി ലെവൽ ഫോണിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. സോ അതിൽ വേറെ എക്സൈറ്റിംഗ് ആയ കാര്യങ്ങളൊന്നും ഇല്ല. നോർമലായ എൻട്രി ലെവൽ ഫോണുകളുടെ ഒരു ഡിസൈൻ തന്നെ. ഫോണിനെ ക്ലോസ് ആയിട്ട് നോക്കാം. അതിനു മുമ്പ് ബോക്സിൽ വേറെ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്ത് ചെറിയൊരു ബോക്സ് വേറെ വരുന്നുണ്ട്. ആ ബോക്സിനകത്ത് ഒരു സിം ടോൾ ഇരിക്കുന്നുണ്ട്, പ്ലസ് സ്ക്രീൻ ഗാർഡ്. അത് സ്റ്റിക്കറാണ്, ടെമ്പേർഡ് ഗ്ലാസ് അല്ല. ഒരു കേസ് ഉണ്ട്, ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിനകത്ത് സ്ക്രീൻ ഗാർഡ്, കേസ്, എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ എൻട്രി ലെവൽ ഫോൺ ഇവർ പാക്ക് ചെയ്തിരിക്കുന്നത്. സോ ഒരു നല്ല പാക്കിംഗ് എന്ന് പറയാം. 10 വാട്ടിൻ്റെ ഒരു ചാർജറും Type-C കേബിളും വരുന്നുണ്ട്. എൻട്രി ലെവൽ ഫോണിൽ Type-C കേബിള്, കേസ്, സ്ക്രീൻ ഗാർഡ് എല്ലാം അടങ്ങുന്ന ഒരു നല്ല പാക്കിംഗ്. ബോക്സ് കണ്ടന്റ് കൊള്ളാം. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. In2C എന്ന ഫോണിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എങ്കിലും ഞാൻ ക്ലോസ് ആയിട്ടൊന്നും കൂടി കാണിക്കാം. താഴത്തെ സൈഡിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, മെയിൻ മൈക്രോഫോൺ, Type-C പോർട്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടണുകൾ. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. ടോപ്പ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ, 8 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ പ്ലസ് ഡെപ്ത് സെൻസർ, ഡുവൽ ക്യാമറയാണ്. ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 6.52 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ ആണ്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസ് ലുക്ക്. എങ്ങനെയുണ്ട് ഫോൺ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ ഒരു ഫോണിൻ്റെ യൂസ്ഡ് റിവ്യൂ ഒന്നുമല്ല ഇത്. നമ്മളിത് ജസ്റ്റ് കിട്ടി ഒരു ദിവസമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു എൻട്രി ലെവൽ ഫോൺ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി പ്രതീക്ഷിക്കുന്ന ഒരു ലാഗ് ഉണ്ട്, ഒരു ഇനീഷ്യൽ ലാഗ് ഉണ്ട്. ആ ഒരു സംഗതി ഈ ഫോണിന് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ ആപ്പ് ഡ്രോയിൽ കൂടുതലായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഒന്നും തന്നെയില്ല. ഗൂഗിളിൻ്റെതായ ഡിഫോൾട്ട് ആപ്ലിക്കേഷനുകൾ മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഫോൺ ഇത്രയും സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം ഏത് സെക്ഷനിൽ നിന്നാണെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കൂടുതൽ ഒരു തരത്തിലുള്ള ബ്ലൂടൂത്ത് വയേഴ്സും ഇല്ല. നീറ്റ് ആൻഡ് ക്ലീൻ UI ആണ്. Android 11 ബേസ്ഡ് ആണിത്. ഇതിൻ്റെ പ്രൊസസ്സർ വന്നിട്ട് T610 എന്ന് പറയുന്ന യൂണിസോക്ക് പ്രൊസസ്സറാണ്. 3GB റാം, 32GB സ്റ്റോറേജ് ആണ് വരുന്നത്. Android 11 വരുന്നത്. സ്റ്റോറേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെമ്മറി കാർഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഡുവൽ സിമ്മും പ്ലസ് മെമ്മറി കാർഡ് ഒരേ സമയം ഉപയോഗിക്കാം. പിന്നെ OTG ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് പെൻഡ്രൈവ് ഒക്കെ എക്സ്ട്രാ കണക്ട് ചെയ്യാനുള്ള സംവിധാനവും അവർ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിൽ വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല ഇതുവരെ. ഗെയിമുകളൊക്കെ വേണമെങ്കിൽ സബ്വേ സർഫർ പോലുള്ള ഗെയിമുകൾ ഇതുപോലെ നൈസായിട്ട് നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും. ഗെയിം കളിക്കുമ്പോഴും വേറെ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. ഈ ഒരു ഗെയിം കുറച്ച് നേരം കളിച്ച് നോക്കിയപ്പോഴും ഹീറ്റൊന്നും ആവുന്നില്ല. സോ ഓവർ ഹീറ്റിംഗ് പോലുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഒരു എൻട്രി ലെവൽ ഫോണിൻ്റെ പെർഫോമൻസ് ആണിത് എന്ന് ഓർക്കുമ്പോൾ നല്ല പെർഫോമൻസ് ആയിട്ടുണ്ട്. മൈക്രോമാക്സ് കുറച്ച് ഇമ്പ്രൂവ് ആയി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കരുതാം, തെറ്റില്ല. ഒരു ഇന്ത്യൻ ഫോൺ എടുക്കാൻ പോകുമ്പോൾ ഇത് നല്ല പെർഫോം ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ ഇത് നന്നായിട്ടുണ്ടെന്നാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പെർഫോമൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും കൂടുതൽ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതായത് നമ്മുടെ ഷോർട്സ് ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ വൈഫിന് ഇത് കൊടുക്കാൻ പോവാണ്. അയാൾ ഒരാഴ്ച ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. ഉപയോഗിച്ചതിന് ശേഷം അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അതോ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഞാൻ ഷോർട്ടായിട്ട് മറക്കാതെ ചെയ്യും. മറക്കാതെ നമ്മുടെ ഷോർട്സുകൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഡിസ്പ്ലേ 6.52 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ ആണ്. നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ളൊരു ക്വാളിറ്റിയാണുള്ളത്. വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. സൺലൈറ്റ് വിസിബിലിറ്റി ഒക്കെ ഒരു ആവറേജ് ലെവലിൽ നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. വൈഡ് ബൈൻ L1 സർട്ടിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. HD തന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ എന്നൊക്കെ കണ്ടന്റുകൾ സ്ട്രീം ചെയ്ത് കാണാമെന്നാണ് പറയുന്നത്. കൊള്ളാം. ഈ ഒരു പ്രൈസിലും അത് കൊടുത്തിരിക്കുന്നത് സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തായാലും ഇതിൻ്റെ ഡിസ്പ്ലേ HD+ ആണ്. അതുകൊണ്ട് ആ ലെവലിലുള്ളൊരു ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുക. എന്തായാലും കാണാം വിഷ്വൽ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കണ്ട് തന്നെ മനസ്സിലാക്കാം. കോള്, നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ചെറിയൊരു അത്ര കണ്ട് പക്ക സ്മൂത്തായ ഒരു പെർഫോമൻസ് ആയിട്ട് തോന്നിയില്ല. ഒരു ചെറിയൊരു പിടുത്തമൊക്കെ തോന്നുന്നുണ്ട്. സോ അത് കുറച്ച് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. എന്തായാലും ഇപ്പോഴേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കോളും നെറ്റ്വർക്കും എല്ലാം നന്നായിട്ടുണ്ട്. എങ്കിലും ചെറിയൊരു സംശയം എനിക്ക് അതിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് പെർഫെക്റ്റ് അല്ലേ എന്ന്. ഞാൻ എന്തായാലും ഒരാഴ്ച കുറച്ചും കൂടി അത് കുറച്ചധികം ഉപയോഗിക്കുമ്പോഴാണ് നമുക്കത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കുക. എന്തായാലും ഇപ്പോഴേക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഗുഡ് കണ്ടീഷനാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. ബാറ്ററി 5000 mAh ആണ് വരുന്നത്. നല്ല ഒരു ബാറ്ററി ലൈഫും കാര്യങ്ങളും ഈ ഫോണിന് തീർച്ചയായിട്ടും ഉണ്ട്. 10 വാട്ടിൻ്റെ ചാർജർ ബോക്സിൽ തരുന്നുണ്ട്. ചാർജർ അടക്കമാണ് ബോക്സ് വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നു.
സോ ബാറ്ററി ലൈഫിലും ചാർജിങ്ങിലും ഒന്നും വേറെ ഇഷ്യൂസ് ഇല്ല. ടൈപ്പ് സി തന്നെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതും വളരെ നല്ലൊരു ഘടകമാണ്. ഇനി ഇതിൻ്റെ ക്യാമറ, സെൽഫി ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾ കണ്ടു തന്നെ തീരുമാനിക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഫേസ് ഒക്കെ നന്നായിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. ഈ ഒരു ബഡ്ജറ്റിലെ ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്. പക്ഷേ ഷർട്ടിൻ്റെ ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എൻ്റെ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഇത്തിരി ബ്ലോണോ ടൈപ്പ് പോയ പോലെയാണ് കാണുന്നത്. ഒരു നല്ല പിക്ചറൊന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ബട്ട് നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്കിത് ആക്സെപ്റ്റബിൾ ആണോ എന്നുള്ള കാര്യം. എന്നാൽ അതല്ലാത്ത നല്ല ഇമേജുകളും പല സാഹചര്യങ്ങളും കിട്ടുന്നുണ്ട്. സോ നല്ല വശവുമുണ്ട്, ചില സമയത്തൊക്കെ അങ്ങനെയും വരുന്നുണ്ട്. പക്ഷെ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്കിത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഒരു ചെറിയ വീഡിയോ സാമ്പിളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. സെൽഫി വീഡിയോയുടെ എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്നുള്ളത് നോക്കുക. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷണൽ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെൽഫി ക്യാമറയുടെ പെർഫോമൻസ്. മെയിൻ ക്യാമറയുടെ ഇമേജ് സാമ്പിളുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇതിൻ്റെ മെയിൻ ക്യാമറയുടെ പെർഫോമൻസ്? ഈ രീതിയിലാണ് മെയിൻ ക്യാമറ ഇമേജുകൾ. വീഡിയോ സാമ്പിളും, ഒരു ചെറിയ വീഡിയോ സാമ്പിളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ മെയിൻ ക്യാമറ ഈ രീതിയിലുള്ള വീഡിയോസാണ് നമുക്ക് തരിക. നിങ്ങൾക്കിത് ഓക്കെ ആണോ? ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറയുടെ ഭാഗം. ഇതിൻ്റെ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 198 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 8.63 mm ആണ് തിക്നെസ്. സോ ഒരു വലിയ വെയിറ്റോ കാര്യങ്ങളൊന്നുമില്ല, കയ്യിൽ പിടിക്കാനൊക്കെ കംഫർട്ടബിൾ ആയ ഒരു നല്ല ഡിസൈൻ തന്നെയാണ്. 2 കളറിലാണ് വരുന്നത്, ബ്രൗൺ കളറിലുണ്ട്, സിൽവർ കളറിലുണ്ട്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഒരെണ്ണം ചൂസ് ചെയ്യാം. പിന്നെ ഇതിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നില്ല, അത് ഓർക്കുക. എൻട്രി ലെവൽ ഫോണുകളെ നോക്കുമ്പോൾ പല ഫോണുകളിലും അത് ഉണ്ടാവാറില്ല. ഈ ഫോണിലും ഫിംഗർ പ്രിന്റ് സെൻസർ പോലുള്ള സംവിധാനങ്ങളില്ല. ഫേസ് അൺലോക്ക്, പാറ്റേൺ ലോക്ക് അല്ലെങ്കിൽ നമ്പർ ലോക്ക് അതൊക്കെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഫേസ് അൺലോക്കിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ കാണുന്ന രീതിയിലാണ് ഫേസ് അൺലോക്ക്. ഫിംഗർ പ്രിന്റ് സെൻസർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല സെറ്റപ്പ് ആയിരുന്നു അല്ലേ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8,499 രൂപ, അതായത് 8,500 രൂപയാണ്. ഇൻട്രോഡക്ടറി പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് 7,500 രൂപയ്ക്ക് അവർ കൊടുക്കുന്നുണ്ട്. ഇൻട്രോഡക്ടറി പ്രൈസ് ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. 8,500 രൂപയ്ക്ക് നമുക്ക് ഇതിനേക്കാൾ നല്ല ഫോണുകൾ, ഐ തിങ്ക് ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഉള്ള നല്ല ഫോണുകൾ കിട്ടാനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ 7,500 രൂപ എന്ന് പറയുന്ന ഇൻട്രോഡക്ടറി പ്രൈസിന് തീർച്ചയായിട്ടും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾ പറയുക, നിങ്ങൾ വാങ്ങിക്കുമോ ഈ ഒരു പ്രൈസിന് ഈ ഒരു ഫോൺ? അത് നിങ്ങൾക്ക് ഞാൻ വിടുകയാണ്. സോ അത്രയുമാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ പ്രൈസും പർച്ചേസ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുക. അതുകൂടി നോക്കിയിട്ട് ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.